നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ മലയാളി ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. താമസ സ്ഥലത്താണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പത്തനംതിട്ട മല്ലശ്ശേരി പൂങ്കാവ് പുത്തേത്ത് പുത്തൻ വീട്ടിൽ സൈജു സൈമൺ, ഭാര്യ ജീന എന്നിവരുടെ മൃതദേഹങ്ങളാണ് താമസിക്കുന്ന കെട്ടിടത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ സാൽമിയയിലാണ് സംഭവം. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു എന്നാണ് വിവരം. ആദ്യം സൈമണെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ താമസിച്ചിരുന്ന മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ റൂം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭാര്യയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിൽ ആംബുലൻസ് വിഭാഗത്തിൽ ജീവനക്കാരനാണ് സൈമൺ. കഴിഞ്ഞ വർഷമാണ് ഇവർ വിവാഹിതരായത്. എന്തായാലും സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒമാനിൽ സഹപ്രവർത്തകരോടൊപ്പം സഞ്ചരിക്കവേ വാഹനം അപകടത്തിൽപ്പെട്ട് മലയാളി ഷെഫ് മരിച്ചു. കാണക്കാരി ചെമ്മാത്ത് മാത്യു സെബാസ്റ്റ്യനാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ഈ അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:30 മസ്കത്തിലാണ് അപകടമുണ്ടായത്. ജോലി സംബന്ധമായി സഹപ്രവർത്തകരോടൊപ്പം വാനിൽ യാത്ര ചെയ്യവേ നിയന്ത്രണം വിട്ട വാഹനം പാറക്കെട്ടിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നും മാത്യുവും മറ്റൊരു സുഹൃത്തും തൽക്ഷണം മരിച്ചുവെന്നുമാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. സംസ്കാരം പട്ടിത്താനം സെന്റ് ബോണിഫേസ് പള്ളി സിമിത്തേരിയിൽ നടന്നു. പരേതരായ CD ദേവസ്യ ചിന്നമ്മ ദമ്പതികളുടെ മകനാണ്. ഭാര്യ പീരുമേട് കാഞ്ഞിരക്കാട്ടിൽ കുടുംബാംഗം ബിയാട്രീസ് മാത്യു. മക്കൾ അലൻസോ, ആഞ്ചലീന. കഴിഞ്ഞ ദിവസം സൗദി ദമാമിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിന് സമീപം അഞ്ചക്കുളം വീട്ടിൽ ഷമീറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ അബ്കേക് ആരാംകോ പാലത്തിന് സമീപം ഷമീർ ഓടിച്ചിരുന്ന വാഹനം ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരണപ്പെടുകയായിരുന്നു. റാക്കിയിൽ ഡ്രൈവറായിയാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. വിവാഹിതനായ ഷമീർ 9 മാസം മുൻപാണ് ഡ്രൈവറായി സൗദിയിലെത്തുന്നത്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ദമാമിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. പിതാവ് ഷറഫുദ്ദീൻ, മാതാവ് നസീമ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.